ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മറ്റുള്ളവരെ പ്രണയിക്കുന്നതിനുള്ള കാരണങ്ങളാണ്. വിവാഹം കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും മറ്റു പുരുഷന്മാരെയും സ്ത്രീകളെയും രഹസ്യമായി പ്രണയിക്കുകയും ചിലപ്പോൾ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് ഒളിച്ചോടുകയും ചെയ്യുന്നു. എന്തായിരിക്കും ഇതിനുള്ള കാരണങ്ങൾ? വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നതിനുള്ള ചില കാരണങ്ങൾ ഞാൻ ഇവിടെ വിവരിക്കാം. 1. ഭർത്താക്കന്മാർ വീടുകളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ട സാഹചര്യം വരുമ്പോഴാണ് വീട്ടിലുള്ള സ്ത്രീകൾ മറ്റുള്ളവരുമായി അടുക്കാൻ ഇടയായിത്തീരുന്നത്. അതിനുള്ള സാഹചര്യം അപ്പോഴാണ് അവർക്ക് മാനസികമായി സംഭവിക്കുന്നത്. ഭർത്താക്കന്മാരുടെ സാമീപ്യം ഇല്ലാതെ വരുമ്പോൾ അവർ മറ്റാരിൽ നിന്നോ എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട്, അത് ചിലപ്പോൾ സ്നേഹമാകാം, സംരക്ഷണമാകാം, അങ്ങനെ ഏത് രീതിയുമാകാം, അതിനുവേണ്ടി മറ്റുള്ളവർക്ക് കീഴ്പ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള സ്ത്രീകൾ മറ്റുള്ളവരുടെ പുറകെ പോകാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഇടയാകുന്നു. സ്വന്തം ഭർത്താക്കന്മാർ അവർക്കും കുടുംബത്തിനും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ അവരുടെ മനസ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ പോകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. 2. കാര്യം, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പിന്നീട് തുടർന്നുള്ള ചാറ്റുകളിൽ വരുന്ന തേനൊഴുകുന്ന വാക്കുകൾ ഇവരെ കൊടുക്കാനുള്ള കെണിയാണെന്ന് അറിയാതെ പുറമേയുള്ളവരുടെ വലയിൽ ചെന്നു വീഴുന്ന അനേകം സ്ത്രീകളുണ്ട്. അത് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാവുന്നതാണ്. മീഡിയ വഴിയുള്ള ബന്ധങ്ങൾ അങ്ങനെ വീഡിയോ കോളുകളായി, ഫോൺ വിളികളായി, ചാറ്റുകളായി ഇവരുടെ ചിത്രങ്ങൾ അവരുടെ കൈകളിലെത്തും. ഇവരുടെ പണം അവരുടെ കൈകളിലെത്തും. ഭർത്താക്കന്മാർ വിദേശത്താണെങ്കിൽ അവർ അയച്ചു കൊടുക്കുന്ന പണം ഒക്കെ ഇവർ എടുത്തു കൊടുക്കും. ഭർത്താക്കന്മാർ വരുമ്പോൾ ഇവരും ഉണ്ടാവില്ല, പണവും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവർക്ക് തോന്നിയതുപോലെ ജീവിക്കും. ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയുള്ള സഹൃദയമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിനു പിറകിൽ കൂടുതലും മുതലെടുപ്പാണ് സംഭവിക്കുന്നത്. തകർന്നു പോകുന്നത് ഇങ്ങനെയുള്ളവരുടെ ജീവിതമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവർ അവരുടെ കാര്യം കഴിയുമ്പോൾ സ്ഥലം വിട്ടിരിക്കും. 3. സ്വന്തം ഭർത്താക്കന്മാർ കുടുംബം നടത്താൻ ഓടി നടക്കുന്നു, കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ വീട്ടിലെ സ്ത്രീകൾ മറ്റൊരു വ്യക്തിയെ കാണുമ്പോൾ അവർ ഒന്ന് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ സ്വന്തം മനസ്സിലുള്ള ഭാരങ്ങളും വിഷമങ്ങളുമെല്ലാം അവരുമായി ഷെയർ ചെയ്ത് മനസ്സൊന്ന് ഫ്രീ ആക്കി എടുക്കാൻ ശ്രമിക്കുന്നു. അത് അവരെ അടുത്ത ബന്ധത്തിലേക്ക് നയിക്കുകയും ആ ബന്ധം വളർന്നു വരികയും ചെയ്യും. ഇങ്ങനെയും മറ്റുള്ളവരുടെ പുറകെ പോകുന്ന അവസ്ഥ സംഭവിക്കുന്നുണ്ട്. ഭർത്താക്കന്മാരുടെ സ്നേഹം തിരിച്ചറിയാതെ പുറമെ കാണുന്നവരുടെ പല കെണിയിലും പെട്ട് ഇറങ്ങിപ്പോകുന്നവർ, അവിടെയാണ് ആശ്വാസം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്ത്രീകളുമുണ്ട്. പക്ഷെ ഇതൊക്കെ വൻ തകർച്ചയിലേക്കാണ് അവരുടെ ജീവിതം പോകുന്നതെന്ന് പിന്നീട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനുഭവത്തിൽ കൂടി അവർ മനസ്സിലാക്കുന്നു ഇതൊന്നും യഥാർത്ഥ സ്നേഹമല്ല എന്ന്. അപ്പോഴേക്കും എല്ലാം തകർന്നിരിക്കും. 4. മറ്റുള്ളവരിൽ നിന്നും കിട്ടുന്ന സംരക്ഷണം അവരെ മറ്റുള്ളവരുമായി അടുക്കാൻ ഇടയാക്കി തീർക്കുന്നത്. അത് സംസാരത്തിലൂടെയുള്ള കെയറിംഗ് ആകാം, മറ്റു പല തരത്തിലുള്ള കെയറിംഗ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടങ്ങളിലായിരിക്കാം. ഇത് ഭർത്താവിനേക്കാൾ കൂടുതൽ തരുന്നവരിലേക്ക് അവരുടെ ഇഷ്ടങ്ങൾ വളരുകയാണ്. അവരിലേക്ക് മനസ്സ് അഡിക്റ്റായി തീരുകയാണ് ചെയ്യുന്നത്. വലകളിൽ വീണ് അവരെ പ്രണയിക്കാൻ റെഡിയായി തീരുന്നവരുമുണ്ട്. ഇങ്ങനെയും പല സ്ത്രീകളും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്നവരുണ്ട്. 5. സ്വന്തം കുടുംബത്തിൽ നിന്നും ഭർത്താക്കന്മാരിൽ നിന്നും മാനസികമായി ഒറ്റപ്പെട്ട് കഴിയുന്നവർ. അവർ മറ്റുള്ളവർ കാണിക്കുന്ന സ്നേഹത്തിൽ വീഴുകയും അവരെ പ്രണയിക്കാൻ ഇടയായി തീരുകയും ചെയ്യുന്നു. മാനസികമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിക്ക് പുറമേ നിന്ന് ഒരാൾ സപ്പോർട്ടുമായി വരികയാണെങ്കിൽ അവരെ സ്നേഹിക്കുകയും അങ്ങോട്ട് പോകുന്നവരുമുണ്ട്. അത് കാരണം അവർ ഒളിച്ചോടാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഇതൊക്കെ അവരുടെ മുതലെടുപ്പായിരിക്കും. 6. വിവാഹത്തിന് മുമ്പുള്ള പ്രണയ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നവർ. അങ്ങനെ മുൻകാല പ്രണയങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു നടക്കുന്നവർ ആ വ്യക്തികളുമായി പിന്നീട് ഇടപെടാൻ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഭർത്താക്കന്മാരോടുള്ള സ്നേഹവും വഴിയും മാറി അവരിലേക്ക് തിരിഞ്ഞു പോകാൻ ഇടയായിത്തീരുന്നു. ഇങ്ങനെയും മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടിപ്പോകാൻ കാരണമാകുന്നു. കുടുംബം തകരുന്നു. 7. സ്വന്തം ജീവിതത്തിൽ ആരിൽ നിന്നും സ്നേഹം ലഭിക്കാത്തവരും അതുപോലെ പ്രതീക്ഷയറ്റ് ജീവിക്കുന്നവരും മറ്റു വ്യക്തികൾ ഇവരിലേക്ക് അടുത്തു വരികയാണെങ്കിൽ
അവരുടെ ആ വലയത്തിലേക്ക് ഇവർ വീണുപോകുന്നു. അങ്ങനെയുള്ളവർ അവരെ പ്രണയിക്കാൻ റെഡിയാകുന്നു. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്നത് വൻ ചതിക്കുഴികളാണ്. ഇവരെ മാക്സിമം യൂസ് ചെയ്ത് അവരെ തള്ളുകയാണ് ചെയ്യാറ്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് ആരുടെ കൂടെ പോയി കഴിഞ്ഞാലും അവർക്ക് ഭാവിയിൽ പിന്നീട് സംഭവിക്കുന്നത് നാശം, തകർച്ച, മരണം ഇതൊക്കെയാണ്. അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അവരുടെ ജീവിതം വിജയിക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഇനിയും ചിലപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകും. എല്ലാവരും അവരവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.